വചനം വചനം ത്രിയേക ദൈവമം വചനം. ദൈവകരുണയുടെ തിരുനാൾ. ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും വായിച്ചെടുത്ത തലക്കെട്ടുകൾ: 3 ചിന്തകൾ. ഉയർപ്പിന് ഒരു നാളിപ്പുറം, ഉയർപ്പിന് 8 നാളിപ്പുറം, ഉയർപ്പിന് നൂറ്റാണ്ടുകൾക്കിപ്പുറം. ആദ്യ ചിന്ത: ഉയർപ്പിന് ഒരു നാളിപ്പുറം. ശിഷ്യർക്കുള്ള ഉദ്ധിതൻ്റെ ആദ്യ പ്രത്യക്ഷപ്പെടലായിരുന്നു അന്ന്. ഇവിടെ അകത്തുള്ളവരുമുണ്ട്, പുറത്തുള്ളവരുമുണ്ട്. അവൻ വിളിച്ചത് 12 പേരെ. എന്നാൽ ഈസ്റ്ററിൻ്റെ ആദ്യ ആനന്ദം ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് 10 പേർക്ക് മാത്രം. 10 പേർ വാതിലിനകത്ത്, 2 പേർ വാതിലിന് പുറത്ത്. പുറത്തുള്ള 2 പേരിൽ ഒരാൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവൻ. അവൻ യൂദാസ്. മറ്റേയാൾ തോമസ് ആണ്. ഭയം അവനെ അകത്തു കയറാൻ അനുവദിച്ചില്ല. എന്നാൽ അകത്തു കയറിയവരോ 10 പേർ കൂടെ ഉണ്ടായിട്ടും ഒറ്റയ്ക്കെന്ന വണ്ണം ഭയപ്പെട്ടിരുന്നുവെന്ന് സുവിശേഷവും എഴുതി വെക്കുന്നു. കൂസലില്ലാത്ത, ഭയമില്ലാത്ത ഗുരുവിൻ്റെ ശിഷ്യന്മാർ എന്തേ ഇത്രയും ഭയമുള്ളവരായി? പ്രിയരെ, വിശ്വാസത്തിൻ്റെ കുറവിലാണ് ഭയം ജനിക്കുന്നത്. അബ്രഹാം തൻ്റെ പുത്രനെ ബലി കഴിക്കുവാൻ ഭയപ്പെട്ടില്ല. കാരണം ആ പിതാവിന് വിശ്വാസമുണ്ടായിരുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ കയർ കെട്ടി അതിൻ്റെ മുകളിലൂടെ അവൻ നടന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു. ഇനി ആരെങ്കിലും എൻ്റെ കൂടെ ഈ കയറിലൂടെ നടക്കുവാൻ വരുന്നുവോ? ആരും തയ്യാറായില്ല, ഒരു കുഞ്ഞൊഴികെ. ആ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് കയറിലൂടെ നടന്ന് അയാൾ മറുകര എത്തിയപ്പോൾ എല്ലാവരും ചോദിച്ചു, കുഞ്ഞെ, നിനക്കിതെങ്ങനെ സാധിച്ചു? കുഞ്ഞ് പറഞ്ഞു, ഇത് എൻ്റെ പപ്പയാണ്, അതിനാൽ എനിക്ക് ഭയമുണ്ടായില്ല. പപ്പ എന്നെ കൈവിടില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പ്രിയരെ, രണ്ടാമത്തെ ചിന്തയിലേക്ക് കടക്കുകയാണ്. ഉയർപ്പിൻ്റെ 8 നാളിപ്പുറം. ആഴ്ചയുടെ ആദ്യ ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട ഈശോ പിന്നീട് 8 ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. എന്തിനായിരുന്നു 7 ദിവസങ്ങളിലെ നീണ്ട നിശബ്ദത? അതായത്, വിശ്വാസം കുറയുമ്പോൾ മനസ്സിൽ ഭയം നിറയും. അത് നമ്മിൽ തകർച്ചയ്ക്ക് വഴിയൊരുക്കും. ഇതിന് നല്ലൊരു ഉദാഹരണമാണ് സുവിശേഷത്തിലെ തോമസ്. 1-ാം ദിനത്തിൽ തോമസ് എത്തിയത് വൈകിയാണ്. ഹി വാസ് ഡിലേഡ്. വിശ്വാസം കുറയുന്നതിൻ്റെ ആദ്യ സൂചനയാണിത്. വിശ്വാസം കുറയുമ്പോൾ സ്നേഹത്തിലേക്ക്, അത് ദൈവത്തിലേക്കായാലും മനുഷ്യരിലേക്കായാലും വൈകിയെത്തും. അടുത്ത താഴേക്കുള്ള പടി ഡിനയലാണ്. തങ്ങൾ യേശുവിനെ കണ്ടു എന്ന് മറ്റു ശിഷ്യന്മാർ പറയുമ്പോൾ തോമസ് അത് തള്ളിക്കളയുന്നു. ഞാൻ വിശ്വസിക്കില്ല. ഡിലേ ലീഡ്സ് ടു ഡിനയൽ. ഇനി വിശ്വാസം നഷ്ടപ്പെട്ടവൻ്റെ വീഴ്ചയുടെ 3-ാമത്തെ പടിയാണ് ഡിമാൻഡ്. അവൻ്റെ ആണിപ്പഴുതുകളിൽ എൻ്റെ വിരലിട്ടാൽ മാത്രം ഞാൻ വിശ്വസിക്കാം. വീഴ്ചയുടെ 3 പടികൾ: ഡിലേ, ആൻഡ് ഡിലേ ലീഡ്സ് ടു ഡിനയൽ, ആൻഡ് ഡിനയൽ ലീഡ്സ് ടു ഡിമാൻഡ്. പക്ഷേ പ്രിയരെ, തോമസ് അപ്പോസ്തലൻ യേശു ഹൃദയത്തിൽ നിന്നും പുറത്തായില്ല. അതാണ് ഉയർപ്പിൻ്റെ 8-ാം നാൾ നൽകുന്ന ആനന്ദം. 1-ാം ദിനത്തിൽ ശിഷ്യർക്ക് ഉണ്ടായ ബലഹീനതയെ തിരുത്തുവാൻ നാഥൻ കൊടുത്ത ധ്യാന നിശബ്ദതയുടെ 7 ദിനങ്ങൾ. തോമസിനറിയാം, ഒന്ന് പിഴച്ചതാണ്, ഇനി പിഴക്കാൻ പാടില്ല. അതിനാൽ അവൻ തുടർന്നുള്ള 7 ദിനങ്ങളും കാത്തിരുന്നിരിക്കണം. കാത്തിരിപ്പിൻ്റെ 7 ധ്യാന ദിനങ്ങൾ. 8-ാം ദിനം ഗുരു പിന്നെയും കടന്നു വരുന്നു. വിശ്വാസത്തോടെ ഭയം മാറ്റി 7 ദിനങ്ങൾ കാത്തിരുന്ന ശിഷ്യൻ്റെ സ്നേഹവാശിക്ക് മുന്നിൽ വിനയാന്വിതനാകുന്ന ഗുരുവിനെയാണ് ഉയർപ്പിൻ്റെ 8 നാളിപ്പുറം ധ്യാനിക്കുന്നത്. 3-ാമത്തെ ചിന്തയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇത് കരുണയുടെ തിരുനാളാണ്. പുറത്തിരുന്നവരെയും ഭയപ്പെട്ട് അകന്നിരുന്നവരെയും ഗുരു കരുണയുടെ ചൂട് തൊട്ടുനോക്കുവാൻ ക്ഷണിക്കുന്ന ദിനമാണിന്ന്. പാപത്തിൽ
പിടിക്കപ്പെട്ടവർക്ക് മുന്നിൽ വിരലുകൊണ്ട് കരുണയെന്നെഴുതി അവൻ ചോദിച്ചു, സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ആ വിരലിൽ പിടിച്ച് അവൾ പറഞ്ഞു, നോവൻ സർ. വലിച്ചിഴച്ചാണ് അവളെ കൊണ്ടുവന്നത്. അവൾക്കും അവരെ വിധിക്കാമായിരുന്നു. എന്നിട്ടും അവൾ പറഞ്ഞു, നോവൻ സർ. അവൾ കരുണയായി മാറി. കാരണം അവൻ്റെ വിരൽ തൊട്ടത് അവളുടെ ഹൃദയത്തിലാണ്. വിരലുകൾ ഹൃദയങ്ങളെ സ്പർശിക്കുന്നതാണ് കരുണ. പ്രിയരെ, ഇന്ന് ഉയർപ്പിൻ്റെ നൂറ്റാണ്ടുകൾക്കിപ്പുറം മറ്റൊരു 8-ാം ദിനം നിനക്കും ആവശ്യമുണ്ട്. വിശ്വാസക്കുറവ് നിന്നെയും വൈകിക്കുന്നില്ലേ? യു ആർ ഡിലേഡ് ആൻഡ് ഡിലേ ഈസ് ലീഡിങ് യു ടു ഡിനയൽ ആൻഡ് ദ ഡിനയൽ ഈസ് ലീഡിങ് യു ടു ദ ഡിമാൻഡ്. എന്നിട്ടും നിന്റെ വാശി തീർക്കാൻ ഇതാ കരുണയുടെ നാഥൻ നിനക്കായി ഒരു 8-ാം ദിനം ഒരുക്കുന്നു. വിരലുകൾ ഹൃദയങ്ങളെ സ്പർശിക്കേണ്ട ദിനമാണിന്ന്. സ്തുതിയായിരിക്കട്ടെ.